മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, നിങ്ങളുടെ ജീവിതത്തിൽ വിനയത്തെ മുറുകെ പിടിക്കണേ സഹാബ. മറ്റുള്ളവരോട് നിങ്ങൾ പെരുമാറുമ്പോ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി നിങ്ങൾ പെരുമാറണേ. ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ വിനയത്തെ മുറുകെ പിടിക്കണേ. കാരണം എന്തെന്നറിയുമോ? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ തവാവഅ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട്, പടച്ച തമ്പുരാന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും തവാളു കാണിച്ചാൽ, ആരെങ്കിലും വിനയത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പദവികൾ ഉയർത്തി നൽകുന്നതാണ്. അല്ലാഹു അവനെ ഉയർച്ചകളിലേക്ക് നയിക്കുന്നതാണ്. ജനങ്ങൾക്കിടയിൽ അവനക്ക് ബഹുമാനം ലഭിക്കുന്നതാണ്. ജനങ്ങൾക്കിടയിൽ അവനക്ക് സ്ഥാനം ലഭിക്കുന്നതാണ്. പടച്ച തമ്പുരാന്റെ അടുക്കൽ അവനക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുന്നതാണ്. എത്രത്തോളം എന്നാൽ ആ വിനയാന്വിതനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വന്തത്തെ കുറിച്ച് വളരെ നിസ്സാരമായിരിക്കും. അവന്റെ സ്വന്തത്തെ കുറിച്ച് അവൻ തന്നെ കുറിച്ച് വിചാരിക്കുന്നത് വളരെ നിസ്സാരമായിട്ടായിരിക്കും. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ, ജനങ്ങളുടെ കണ്ണിൽ അല്ലാഹു അവനക്ക് വില നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇനി ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ, കുറച്ച് പണം ലഭിക്കുമ്പോ, അധികാരം ലഭിക്കുമ്പോ, ദുനിയാവിന്റെ സൗകര്യങ്ങൾ ലഭിക്കുമ്പോ, കുറച്ച് ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുമ്പോ, അതിന്റെ പേരിൽ ആരെങ്കിലും അഹങ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവനെ താഴ്ത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവനെ നിസ്സാരനാക്കി കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എത്രത്തോളം എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവനെ കുറിച്ച് അവനക്ക് വലിയ മതിപ്പായിരിക്കും. സ്വന്തത്തെ കുറിച്ച് വലിയവനെന്നുള്ള വല്ലാത്ത ചിന്തയായിരിക്കും. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ അവൻ വളരെയേറെ നിസ്സാരനായി മാറും. ജനങ്ങളുടെ മനസ്സിൽ അവനക്ക് യാതൊരു വിലയും കാണില്ല. നാൽക്കാല് മൃഗങ്ങളെക്കാൾ വില കുറവായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ അവനെ കുറിച്ചെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് നിങ്ങൾ വിനയത്തോടു കൂടി ജീവിക്കണേ സ്വഹാബ. മറ്റുള്ളവരോട് നിങ്ങൾ പെരുമാറുമ്പോ വിനയത്തോടു കൂടി നിങ്ങൾ പെരുമാറണേ സ്വഹാബ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതാണ്. ദുനിയാവിനെയും ആഖിറത്തിനെയും നശിപ്പിച്ച് കളയുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് നമ്മുടെ ദേഹേച്ഛകളെ നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ ദേഹേച്ഛകളെ, നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങള്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നമ്മുടെ മനസ്സ് മന്ത്രിക്കുമ്പോ, തെറ്റുകൾ ചെയ്യാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുമ്പോ അതിനനുസരിക്കലാണ്. 2, അമിതമായ പിശുക്കാണ്. അമിതമായ പിശുക്കാണ്. 3, ഇജാബുൽ മർഇ ബിനഫ്സിഹി, ഞാനെന്ന അഹങ്കാരത്തിന്റെ ഭാവമാണ്. ഈ 3 കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ ഇഹപരലോകം നഷ്ടത്തിലാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അഹങ്കാരത്തെ പാടെ തുടച്ചു മാറ്റണം. വിനയാന്വിതരായി നമ്മൾ മാറണം. ദുനിയാവിന്റെ എത്ര വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയാലും, ദുനിയാവിന്റെ എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും, അത് പണമാവട്ടെ, പദവിയാവട്ടെ, എന്തുമാവട്ടെ, വിനയാന്വിതനായി മാറാൻ കഴിയണം. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സഹാബ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കാത്തൊരു വിഭാഗമാരെന്നറിയുമോ സഹാബ? ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, സഹാബത്തെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ, ഞാനെന്ന ഭാവമുണ്ടെങ്കിൽ, ഞാനാണ് വലിയവനെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിഷിദ്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഹബീബായ പ്രവാചകൻ പറയുമ്പോ സഹാബത്ത് ചോദിച്ചു,
ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കൊരു സംശയമുണ്ട് നബിയേ, ഞങ്ങൾക്കൊരു സംശയമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണ്, നല്ല മനോഹരമായ വസ്ത്രം ധരിക്കുകയാണ്, നല്ല മനോഹരമായ ചെരുപ്പ് ധരിക്കുകയാണ്, അവന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ്, വളരെ നല്ല രീതിയിൽ സൗന്ദര്യത്തിനു വേണ്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് വളരെ മനോഹരമായ ജീവിത സാഹചര്യത്തിലാണ് അവൻ ജീവിക്കുന്നത്. അത് അഹങ്കാരമാകുമോ നബിയേ? ഹബീബായ പ്രവാചകൻ പറഞ്ഞു, സഹാബ, ഇല്ല ഇല്ല, അത് അഹങ്കാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യമുള്ളവനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങൾ അവന്റെ അടിമകളിൽ കാണുന്നതിന്, പ്രകടമാകുന്നതിന് അല്ലാഹുവിന് ഇഷ്ടമാണ്. പക്ഷേ അഹങ്കാരം എന്തെന്നറിയുമോ? നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഹങ്കാരമല്ല, നല്ല വാഹനത്തിൽ നടക്കുന്നത് അഹങ്കാരമല്ല, നല്ല മനോഹരമായ വീട് പണിയുന്നത് അഹങ്കാരമല്ല. പിന്നെയോ അഹങ്കാരം എന്തെന്നറിയുമോ? ബദറുൽ ഹഖ് വ ഗമതുന്നാസ്. ഭീമായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സത്യത്തെ അംഗീകരിക്കാതിരിക്കൽ, സത്യത്തെ അംഗീകരിക്കാതിരിക്കൽ, രണ്ട് ജനങ്ങളെ നിസ്സാരമാക്കൽ, മറ്റുള്ളവരെ നിസ്സാരമായി കാണുന്നവനാണോ? സത്യത്തെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നതാണോ? ഒരു മനുഷ്യനൊരു തെറ്റുപറ്റി കഴിഞ്ഞാൽ ആ തെറ്റിനൊരുത്തൻ തിരുത്തി കൊടുക്കുമ്പോ അത് അംഗീകരിക്കാൻ നിന്നെ മനസ്സിന് നിന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നീ അഹങ്കാരിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നീ പണമുള്ളവനാണ്, പ്രതാപമുള്ളവനാണ്, പക്ഷേ നിന്റെ വീടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന പാവപ്പെട്ടവനെ കാണുമ്പോ നിസ്സാരവൽക്കരിക്കലാണ് നിന്റെ പതിവെങ്കിൽ, അവനെ കുറിച്ച് നിസ്സാരമാക്കിയാണ് നിന്റെ മനസ്സിൽ ചിന്തകൾ കടന്നു വരുന്നതെങ്കിൽ നീ അഹങ്കാരിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്.